CE 371 Environment and Pollution. KTU Civil Engineering 5th സെമസ്റ്ററിലെ ഒരു ഇലക്ടീവ് പേപ്പറാണ് എൻവയൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ അഥവാ ENP. വളരെ ഈസിയായി പഠിച്ച് പാസ്സാകാൻ പറ്റിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നൊരു ഇലക്ടീവും കൂടിയാണ് എൻവയൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ. ഇതിൻ്റെ സിലബസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഈസിയാണ് കാര്യങ്ങൾ. സോ ലെറ്റ്സ് ഹാവ് ആൻ ഓവർവ്യൂ. ഈ സബ്ജക്റ്റിൽ എല്ലാത്തിലും പോലെ തന്നെ 6 മൊഡ്യൂൾസ് ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസിക്സ് ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു പൊല്യൂഷൻ ആണ് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എയർ പൊല്യൂഷൻ, തേർഡ് മൊഡ്യൂൾ വാട്ടർ പൊല്യൂഷൻ, ഫോർത്ത് മൊഡ്യൂൾ സോളിഡ് വേസ്റ്റ്, ഫിഫ്ത്ത് മൊഡ്യൂളിൽ ലാൻഡ് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ മെഷേഴ്സ്, സിക്സ്ത് മൊഡ്യൂളിൽ നോയിസ് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ മെഷേഴ്സ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾക്ക് പണ്ട് മുതലേ അറിയാവുന്ന കാര്യങ്ങളാണ്. പ്ലസ് എക്സ്ട്രാ കുറച്ച് ഡീറ്റെയിൽസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പർ ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി സിലബസിൽ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. ബട്ട് ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ഡാറ്റയും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. സോ യു മേ ഹാവ് ടു റെഫർ മോർ ദാൻ വൺ ടെക്സ്റ്റ് ബുക്ക്. ഓൾസോ ലേറ്റസ്റ്റ് ആയിട്ട് ചില പബ്ലിഷേഴ്സ് KTU സിലബസ് ഓറിയൻറ്റഡ് ടെക്സ്റ്റ് ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബുക്ക് സ്റ്റാളുകളിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും. മൂവിങ് ഓൺ ടു മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1ൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻവയൺമെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ പൊല്യൂഷൻ ആൻഡ് പൊല്യൂട്ടൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനുമാണ് മെയിനായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് എൻവയൺമെൻറ്റ്. എൻവയൺമെൻറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇപ്പോൾ എൻവയൺമെൻറ്റ് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ പലരും പല രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എൻവയൺമെൻറ്റ് ഈസ് ദ സം ഓഫ് ഓൾ സോഷ്യൽ, എക്കണോമിക്കൽ, ബയോളജിക്കൽ, ഫിസിക്കൽ ഓർ കെമിക്കൽ ഫാക്ടേഴ്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സറൗണ്ടിങ്സ് ഓഫ് മാൻ. ഇല്ല, മനുഷ്യന് ചുറ്റുമുള്ള സോഷ്യൽ, എക്കണോമിക്കൽ, ബയോളജിക്കൽ, ഫിസിക്കൽ ഓർ കെമിക്കൽ ഫാക്ടേഴ്സ് എല്ലാം കൂടിച്ചേരുന്നതാണ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഒരു സം ടോട്ടലാണ് എൻവയൺമെൻറ്റ്. ഇത് കൂടാതെയും ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ഒരു മൊഡ്യൂളിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതിൽ ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് വേറെ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് ആ നോട്ടിൽ അവൈലബിൾ ആണ്. ഓക്കെ, നൗ എൻവയൺമെൻറ്റിൽ മാൻ ആണ് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് മാനാണ്. അപ്പോൾ എൻവയൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിൻ്റെ ഒക്കെ മേജർ ഉത്തരവാദിയും മാൻ തന്നെയാണ്. എനിവേ, എൻവയൺമെൻറ്റിലെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് നമ്മൾ പ്രൈമറി ആയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ്. ഓക്കെ, നൗ ഈ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻവയൺമെൻറ്റിലുള്ള ലിവിങ് ഓർഗാനിസംസ് ആണ്. ഓക്കെ, ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സ് ആണ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. Now third point, this environment creates the favorable condition for the existence and development of living organisms. അല്ലേ, ഇപ്പം ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും എൻവയൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ എൻവയൺമെൻറ്റിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ സയൻസ്, ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ളൊരു ബ്രാഞ്ച് അല്ല ഈ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ എൻവയൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഒരൊറ്റ ഡിസിപ്ലിനിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ്. അപ്പോൾ എന്താണ് ഈ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ സയൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എയർ പൊല്യൂഷൻ എന്നുള്ളൊരു ടോപ്പിക് എടുക്കാം. അപ്പോൾ എയർ പൊല്യൂഷൻ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ആ ഒരു എയർ പൊല്യൂഷനെ കുറിച്ച് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഏതൊക്കെ ഫീൽഡിലുള്ള നോളജ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡുമായിട്ട് ഈ ഒരൊറ്റ കാര്യം റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഫോർ ദാറ്റ് ഈ ടേബിൾ നോക്കാം. ഈ ടേബിൾ കാണുമ്പോൾ കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, ബിക്കോസ് ഒരുപാട് ഡാറ്റ ഉണ്ട്. പക്ഷേ ഇത് വളരെ സിമ്പിളായ ഒരു ടേബിളാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ എയർ പൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ എയർ പൊല്യൂഷൻ്റെ ഡിഫറെൻറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിക്സ് ആണ് ഈ ഒരു കോളത്തിലുള്ളത്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് വേണ്ട നോളജ് ആണ് സെക്കൻഡ് കോളത്തിലുള്ളത്. ദിസ് ഇസ് ദ റിക്വയർഡ് നോളജ് ആൻഡ് ദിസ് ഇസ് ദ ടോപ്പിക് ഓർ ഇഷ്യൂ.
ഫസ്റ്റ് ഈ എയർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നേച്ചർ ആൻഡ് റിയാക്ഷൻ ഓഫ് എയർ പൊല്യൂട്ടൻസ്. ഓക്കെ, എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന പൊല്യൂട്ടൻസിൻ്റെ നേച്ചർ ആൻഡ് റിയാക്ഷൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ വി റിക്വയർ നോളജ് ഓൺ കെമിസ്ട്രി ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഈ പൊല്യൂട്ടൻസിൻ്റെ ഡിഫറെൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ നേച്ചറോ റിയാക്ഷനോ ഒക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വി നീഡ് നോളജ് ഇൻ ദിസ് ഏരിയ. അതുപോലെ തന്നെ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ we should have knowledge on zoology, botany and various branches of life sciences, physics and chemistry. ഇതൊക്കെ അറിയെങ്കിൽ മാത്രമേ ഇതിനെപ്പറ്റി നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓൾസോ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂട്ടൻസ് ഓൺ മെറ്റീരിയൽസ്. മെറ്റീരിയൽസിലും എയർ പൊല്യൂഷൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ താജ്മഹൽ യൂസ് ചെയ്യുന്ന മാർബിളിൽ എയർ പൊല്യൂഷൻ കാരണം ഡിഫറെൻറ്റ് ഡിറ്റീരിയേഷൻ നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാകാണ്ട് വി ഷുഡ് ഹാവ് നോളജ് ഓൺ മെറ്റീരിയോളജി, തെർമോഡൈനാമിക്സ്, ജിയോഗ്രഫി എക്സെട്ര. അതേപോലെ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണെങ്കിലും നമുക്ക് ഈ എയർ പൊല്യൂഷൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് പറയുമ്പോൾ അതിനൊക്കെ വേറെ ഒരുപാട് ഡിസിപ്ലിൻസിലെ നോളജ് ആവശ്യമാണ്. ദാറ്റ് ഈസ് ദ ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചർ അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ എന്ന് പറയുന്നത് അതാണ്. ബാക്കി നോക്കാം. എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ഓൺ എയർ പൊല്യൂഷൻ. ഇപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് എയർ പൊല്യൂഷനിൽ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കണമെങ്കിൽ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഈ എയർ പൊല്യൂഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. സോ ഫോർ ദാറ്റ് ബെസ്റ്റ് തിങ് ഈസ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. മാത്തമാറ്റിക്കലി മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. നൗ എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസ്. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടാക്കണമെങ്കിൽ ഏതൊക്കെ ഫീൽഡിൽ നോളജ് വേണ്ടി വരും? ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് വേരിയസ് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഡിവൈസസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നൗ ഹിസ്റ്ററി ഓഫ് എയർ പൊല്യൂഷൻ ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെങ്കിൽ വി ഷുഡ് നോ ദ ഹിസ്റ്ററി അല്ലേ. എക്കണോമിക് ഇമ്പാക്ട്സ് അറിയണമെങ്കിൽ എക്കണോമിക്സ്, ഡെമോഗ്രഫി തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. പിന്നെ സോഷ്യോളജിക്കൽ ഇമ്പാക്ട്സ് അറിയണമെങ്കിൽ വി ഷുഡ് ഹാവ് നോളജ് ഓൺ സോഷ്യോളജി. ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസ്. എയർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് യൂസ് ചെയ്യലാണ്, പൊല്യൂഷൻ ഇല്ലാത്ത തരം ഫ്യൂവൽസ്. പക്ഷേ അങ്ങനെയുള്ള ഫ്യൂവൽസിനെ പറ്റി നമുക്ക് അറിയണമെങ്കിൽ വി ഷുഡ് ഹാവ് നോളജ് ഓൺ വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്കൽ സയൻസ്. നൗ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. റിസോഴ്സ് കൺസർവ് ചെയ്യലും പൊല്യൂഷൻ കുറയ്ക്കലും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് നോളജ് ഓൺ ഫിസിക്കൽ സയൻസ് ആൻഡ് ആസ് വെൽ ആസ് പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, അപ്പോൾ ഈ കൺസർവേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് റിസോഴ്സ് ഒന്നും യൂസ് ചെയ്യാത്ത മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല. സോ ദർ ഈസ് സം പൊളിറ്റിക്സ് ഇൻ ഇറ്റ്. അപ്പോൾ പൊളിറ്റിക്കൽ നോളജും അതുപോലെ ഫിസിക്കൽ സയൻസിലുള്ള നോളജൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓൾസോ ഓസോൺ ഹോൾ ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ ഓസോൺ ഹോൾ, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ടേമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നോളജൊക്കെ അറിയണമെങ്കിൽ, പ്രോപ്പറായിട്ട് ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് നോളജ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഫീൽഡ്സ് അണ്ടർ ദ സൺ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഓസോൺ ഹോൾ ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഇതൊക്കെയാണ് എൻ്റെ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു എയർ പൊല്യൂഷന് തന്നെ ഇത്രയധികം ഏരിയയിലുള്ള നോളജ് റിക്വയർഡ് ആണ്. ഓക്കെ, അതുപോലെ ഈ എൻവയൺമെൻറ്റിനെ പറ്റിയുള്ള സ്റ്റഡി എന്ന് പറയുമ്പോൾ അത് മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഒറ്റയ്ക്ക് ഒരു ടോപ്പിക്കല്ല ഈ എൻവയൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കമ്പോണൻസ് ഓഫ് എൻവയൺമെൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻവയൺമെൻറ്റിലെ ടോട്ടൽ കമ്പോണൻസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ബയോട്ടിക് കമ്പോണൻസ് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്, അല്ലെങ്കിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സ് ആണ്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ബയോട്ടിക് ഫാക്ടേഴ്സ് നോക്കാം. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സ് ആണെന്ന് പറഞ്ഞു, ലിവിങ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ എർത്തിൽ കംപ്ലീറ്റ് ലിവിങ് ഓർഗാനിസംസ് എടുക്കുമ്പോൾ നമുക്ക് അതിനെ 3 ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സസിൽ. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസമാണ് പ്രൊഡ്യൂസേഴ്സ്. മെയിൻലി പ്ലാന്റ്സ് ഒക്കെയാണ് പ്രൊഡ്യൂസേഴ്സിൽ വരിക. ദെൻ കൺസ്യൂമേഴ്സ്, കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിൽ തന്നെ പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ ഡിവിഷൻസ് വരുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സിൻ്റെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ, കൺസ്യൂമേഴ്സിൻ്റെ തന്നെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ കൺസ്യൂമേഴ്സിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. എനിവേ, ഡീറ്റെയിൽസ് നോട്ട്സിൽ അവൈലബിൾ ആണ്. നൗ ഡീകമ്പോസേഴ്സ്. അതിന് ഡീകമ്പോസ് ചെയ്യുന്നത് ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ വളരെ മൈക്രോ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അവരാണ് ഡീകമ്പോസേഴ്സിൽ വരിക. അപ്പോൾ ഇതാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ് എക്സെട്ര ഈ കാര്യങ്ങളൊക്കെയാണ് വരിക. ഈ ബയോട്ടിക് ഫാക്ടേഴ്സിനെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ടുള്ള അബയോട്ടിക് ഫാക്ടേഴ്സ് ആവശ്യമാണ്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എല്ലാ ഓർഗാനിസംസിനും ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലായിരിക്കും അതിന് ജീവിക്കാൻ പറ്റുക. ആ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോൾ അതിന് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. സോ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഈസ് റിക്വയർഡ്
ഓൾസോ വാട്ടറിൻ്റെ അവൈലബിലിറ്റി വളരെ ആവശ്യമാണ് ഈവൻ ഫോർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഓൾ അതർ ഓർഗാനിസംസ്. എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ, പ്രൊഡ്യൂസേഴ്സിന് ഫുഡ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ദെൻ ഹ്യൂമിഡിറ്റി, വിൻഡ്, മിനറൽ എലമെൻറ്റ്സ് ഇതെല്ലാം ആവശ്യമാണ്. ഓൾസോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു സറൗണ്ടിങ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഫോറസ്റ്റ്, ഡിസേർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആ ഓരോ എൻവയോൺമെൻറ്റിലും ഓരോ ബാക്ക്ഗ്രൗണ്ടിലും ജീവിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആനിമൽസ് ഉണ്ട്. അവർക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് അബയോട്ടിക് ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് ഈ കമ്പോണൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോട്ട്സിൽ നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ ലെങ്തി ആക്കുന്നില്ല. താങ്ക് യു. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.